നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ സംസ്കാരശൂന്യത വർദ്ധിച്ചു വരുന്നോ എന്നൊരു ചോദ്യം അത് ഈ അടുത്തായി പലരും ആവർത്തിക്കുന്നതാണ്, ഉരുവിടുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പദാവലിയിലുള്ള നിഘണ്ടുവിലുള്ള പദപ്രയോഗങ്ങൾ ഏറ്റവും ഒടുവിലുള്ള ചെറ്റത്തരം മുതൽ അങ്ങ് പരനാറിയും കുലംകുത്തിയും ഒക്കെ തന്നെ വാഴ്ത്തിപ്പാടുന്ന ഒരു കാലഘട്ടത്തിൽ ആ പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മന്ത്രി തന്തയ്ക്ക് പറക്കായുക എന്ന് പറഞ്ഞാൽ അതൊട്ടും തന്നെ തെറ്റാകില്ല എന്നുള്ള വ്യാഖ്യാനമാണ് ഇപ്പോൾ ക്യാപ്സ്യൂളുകളിൽ പുറത്തു വരുന്നത്. CPM-ലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ VS കഴിഞ്ഞതിൽ ഏറ്റവും സീനിയറായ പാർട്ടി നേതാവ് തന്നെയായിരുന്നു G. സുധാകരൻ. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഒരു പടി മുകളിൽ. എന്നിട്ട് പോലും മരിക്കുവോളം സഖാവായി തന്നെ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച G. സുധാകരനെ ഏറ്റവും ഹീനമായ, ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ വിശേഷണം ചാർത്തിക്കൊടുക്കുന്നത്. അക്കൂട്ടത്തിൽ ഒന്നാണ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള MM മണി നടത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ G. സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെയാണ്, CPM വിട്ടവർക്കെതിരെയാണ് രൂക്ഷ വിമർശനം നടത്തുന്നത്. മരിക്കുവോളം പാർട്ടിക്ക് ഒരാളെ ചുമക്കേണ്ട ആവശ്യമില്ലെന്നാണ് MM മണി പറയുന്നത്. തന്തയ്ക്ക് പിറക്കാത്ത പരിപാടിയാണ് ചെയ്യുന്നതെന്നും പാർട്ടിക്കെതിരെ റിബലായി മത്സരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. MM മണിയുടെ കഴിഞ്ഞ പ്രസ്താവനകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇത് കുറച്ച് കുറഞ്ഞു പോയില്ലേ എന്നാണ് പലരും പരിഹസിക്കുന്നത്. കാരണം ഇതല്ല, ഇതിനപ്പുറവും മണിയാശാൻ പലപ്പോഴും തെറിയാശാനായി മാറാറുണ്ട്. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറം വിളിച്ചാലും തെറ്റില്ല എന്ന് തന്നെയാണ് അണികളും സഖാക്കളും ഒക്കെ തന്നെ ഒരുപക്ഷെ വിശ്വസിക്കുന്നത്. എന്ത് സംഭവിച്ചാലും MM മണി പാർട്ടി വിട്ടു പോകില്ല എന്നാണ് MM മണി പറയുന്നത്. G. സുധാകരൻ നല്ല പ്രവർത്തകനും നേതാവായിരുന്നു എന്നുള്ള കാര്യവും ഓർത്ത് പറയുന്നുണ്ട്. പക്ഷെ പാർട്ടി വിട്ടാൽ അവരൊക്കെ തന്നെ തന്തയ്ക്ക് പുറക്കാഴിക കാണിക്കുന്നു എന്ന കാര്യത്തിൽ ആവർത്തിക്കുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ആകെ ഷുഗർ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും യുവാവിൻ്റെ മനസ്സാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, അടി കിട്ടിയിട്ട് പ്രതിഷേധിച്ചിട്ട് മാത്രം കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും കടിച്ചെങ്കിലും പറിക്കണം. വിവാദങ്ങളിൽ നിന്നാണ് ഇന്നത്തെ MM മണി ഉയർന്നു വന്നതെന്നും ഓർമ്മിപ്പിക്കുകയാണ്. കേസ് വന്നാൽ നേരിടും, പോടാ പുല്ലേ എന്ന് പറയും. ഇതാണ് തൻ്റെ ലൈൻ എന്നാണ് MM മണിയുടെ വാദം. 5 വർഷം കഴിഞ്ഞാൽ തനിക്ക് 87 വയസ്സാകും. അന്ന് പാർട്ടി പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന അധികാരമോഹം ഇപ്പോഴും MM മണിയുടെ മനസ്സിലുണ്ട്. സഖാക്കളെ തല്ലിയാൽ തിരിച്ചു തല്ലിക്കുമെന്നും ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭീഷണിയും നാളെയും അതങ്ങനെ ചെയ്യുമെന്ന മുന്നറിയിപ്പും MM മണി നൽകുന്നുണ്ട്. തന്നെ സിനിമയിലെ കഥാപാത്രമാക്കുന്നതിനോട് എതിർപ്പില്ല, സിനിമ തനിക്കിഷ്ടമാണ്, അതൊക്കെ തന്നെ ആസ്വദിക്കുന്നു എന്നാണ് MM മണി പറയുന്നത്. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ UDF കൂടുതൽ സീറ്റ് നേടുമെന്ന് പറയുന്നത് പട്ടിയുടെ സ്വപ്നം പോലെയാണെന്നാണ് MM മണി പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം സർക്കാർ കേരളത്തിൽ വരുമെന്ന കാര്യം ഉറപ്പിച്ചു. അതിൽ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംഭാവന കൂടുതലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളിലും LDF ജയിക്കും. കഴിഞ്ഞ 10 വർഷം ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉണ്ടായത് ചരിത്രത്തിലില്ലാത്ത വികസനമാണ്. 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നടന്നിരിക്കുന്നതെന്നാണ് MM മണി പറയുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഉന്നയിച്ച പ്രയോഗത്തിനെതിരെ, വിമർശനങ്ങൾക്കെതിരെ, പാർട്ടിയെ ചതിച്ചു, വഞ്ചിച്ചു, നയവഞ്ചകൻ, ഇങ്ങനെയൊക്കെയുള്ള പലവിധ വർത്തമാനങ്ങൾക്ക് ശേഷം G. സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എനിക്ക് ചെറ്റ എന്ന് പേരിട്ടു. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ തുടരണോ എന്നുള്ള കാര്യം ജനമാണ് ചിന്തിക്കേണ്ടത്. ഭരണഘടനാ സംരക്ഷകനാണ് മുഖ്യമന്ത്രി. കേസിന് പോയാൽ അത് പ്രശ്നമാകുമെന്നാണ് G. സുധാകരൻ പറഞ്ഞത്. ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് മുഖ്യമന്ത്രി വിളിച്ചു. വെളുത്തു സുമുഖനായ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. എത്ര പേരെയാണ് പാർട്ടിക്ക് എതിരാക്കുന്നത്? VS കുലംകുത്തിയായി. കോൺഗ്രസ്സുകാർക്ക് ആളെ കൂട്ടി തരുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ. കോൺഗ്രസിൽ ആൾ കൂടുന്നത് നല്ല പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. SFIയിലും DYFIയിലും ഒക്കെ നല്ല നേതാക്കളില്ല. പണ്ടൊക്കെ നേതൃനിര കണ്ട് KSUക്കാർ പോലും അസൂയപ്പെട്ട കാലമുണ്ടായിരുന്നു. 4 ആളറിയുന്ന ആരും ഇന്ന് DYFIയിലില്ല. ഏരിയ സെക്രട്ടറി കള്ളുഷാപ്പിലിരുന്ന് G. സുധാകരനെ തന്തയ്ക്ക് വിളിക്കുന്നു. പാർട്ടിക്കാർ കള്ളുഷാപ്പിലിരുന്ന് ഫേസ്ബുക്കിൽ തനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു. ഭാവിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ആളില്ലാതെ വരുമെന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാടിന് ആവശ്യമാണെന്നും G. സുധാകരൻ തന്നെ ആവർത്തിച്ചു പറയുകയാണ്. അമ്പലപ്പുഴയിൽ BJP UDF ഡീലുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായ H. സലാമും ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയാണ്. 5000 BJP വോട്ട് G. സുധാകരന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് താനിത് നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നുമാണ് H. സലാം പറയുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആദ്യം നാട്ടുകാരെ പറ്റിച്ചെന്നും H. സലാം തന്നെ പറയുന്നു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ രക്ഷകർത്താവ് ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്നും
KC വേണുഗോപാൽ BJP വോട്ട് പരാമർശത്തിൽ മറുപടി പറയണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴാണ് തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളെക്കുറിച്ച് G. സുധാകരൻ പറഞ്ഞത്. ജാതിമത വ്യത്യാസമില്ലാതെ അമ്പലപ്പുഴക്കാർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് G. സുധാകരൻ പറഞ്ഞു. 90,000 വോട്ടുമായി ഞാൻ അമ്പലപ്പുഴയിൽ ചരിത്ര വിജയം നേടും. കോൺഗ്രസിന് അമ്പലപ്പുഴയിൽ 50,000 വോട്ടുണ്ട്. CPM-ൽ നിന്നും 15,000-ഉം BJP-യിൽ നിന്നും 5,000-ഉം കൂടി വോട്ട് എനിക്ക് ലഭിക്കും. നിഷ്പക്ഷരായ 25,000 പേരുടെ വോട്ടും കിട്ടും. ഇതാണ് സുധാകരൻ അവകാശപ്പെട്ടത്. ഈ പറഞ്ഞ 5,000 വോട്ടിലാണ് CPM-ന് കുരുപൊട്ടിയത്. എന്നാൽ CPM-ൽ നിന്ന് പോകുന്ന 15,000 വോട്ടിൽ അവർക്ക് വിഷമമില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് H. സലാം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ സജി ചെറിയാനെ തന്നെ സംശയമുനയിലാണെന്ന് സുധാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനും H. സലാമിൻ്റെ പ്രതികരണമുണ്ട്. ഈ കാര്യങ്ങൾ എന്തേ അന്ന് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുന്നെന്നും സുധാകരൻ പറഞ്ഞു. പണ്ട് അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? അദ്ദേഹം ഓരോന്ന് പറയുന്നതിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല. പാർട്ടി നേതൃത്വമായിരിക്കും അതിന് മറുപടി നൽകുന്നത്. 2016 അമ്പലപ്പുഴയിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, G. സുധാകരൻ എന്നീ നെക്സസ് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കടുത്ത വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലിവർത്ത ഇൻസൈഡ്.